Hey guys, good morning. Third day. ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ആൻഡ് ഇവിടെ നല്ല മഴയാണ്. മഴയ്ക്കുള്ള നല്ല ക്ലൈമറ്റ്. സോ വി ആർ ഗോയിങ് ടു ഓഫീസ് ആൻഡ് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ഇവിടെ റോഡ് പണിയാണ് ആക്ച്വലി. കണ്ടോ, നമ്മൾ ഓഫീസിലോട്ട് എത്തി. എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട് ഈ കൈൻഡ് ഓഫ് വീഡിയോസ് ചെയ്യുന്നതിന്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്ഡേറ്റ് തരേണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡെയിലി വ്ളോഗും മാതിരി ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, വീഡിയോയ്ക്കകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറയുന്നുണ്ട് ഏതോ ഒരു ഏരിയയിൽ. ഇത് കുറെ കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. ഞാൻ കയറട്ടെ, കുറച്ച് പരിപാടിയുണ്ട്, അത് തീർത്തിട്ട് വരാം. ആൻഡ് ദിസ് ഈസ് ദ വ്യൂ. ഇതാണ് നമ്മുടെ ഓഫീസിലോട്ട്. Let's work. ആക്ച്വലി ഞാൻ ഇന്നലത്തെ അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് വ്ളോഗ് എഡിറ്റ് ഞാൻ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനി ഇത് സെറ്റ് ചെയ്തിട്ട് ഇത് അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യണം. ഇത് ഫുൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് നടക്കില്ല, കാരണം കുറച്ചേറെ പരിപാടിയുണ്ട്. ഇതെല്ലാം തീർത്തിട്ട് ഇതില്ല കേട്ടോ, ഇത് പിന്നത്തേക്കുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഇത് വായിക്കും. ആൻഡ് അല്ലാതെ കുറച്ച് പരിപാടികളുണ്ട്. സോ അതാണ്. ഓഫീസിൽ ആരും വന്നിട്ടില്ല, ഇവിടെ അപ്പുറത്തൊന്നും ആരും വന്നിട്ടില്ല, 2-3 പേരേ ഉള്ളൂ. സോ ഞാൻ എന്തായാലും ഇത് തീർക്കട്ടെ. ഇതൊക്കെ തീർത്ത് ഞാൻ ഫ്രീ ആകുമ്പോൾ കാണാം. ഓക്കെ ബോയ്സ്, നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. Hey guys, this is what we have for today. ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇത് പായസം, അത് തൈര് വെച്ചുള്ള എന്തോ സംഭവം, പിന്നെ പൂരി, പിന്നെ ഇതെന്തോ സംഭവം, ഒരു പപ്പടം പോലുള്ള ചോറ്, പിന്നെ കുറേ കറി. ഇനി കഴിക്കാം. ഞാൻ ചായ കുടിക്കാനായിട്ട് പുറത്തോട്ടിറങ്ങിയതാ. ഇനി വീണ്ടും ഓഫീസിൽ പോകും. ഇപ്പൊ എനിക്ക് സമയം 5:30 ഇനി പോയി തിരിച്ചിറങ്ങണം. ആൻഡ് അറൌണ്ട് 6:30 ടൈമിൽ ഇറങ്ങണം. നാളെ വീണ്ടും നമുക്ക് കബോണിൽ പോകണം, ഷൂട്ടുണ്ട് ഇവിടെ. മറ്റന്നാൾ മിക്കവാറും എനിക്ക് വീണ്ടും തിരിച്ച് നാട്ടിൽ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒരു ഷോപ്പിന്റെ ഇനാഗുറേഷൻ പ്ലസ് അതിന്റെ കുറച്ച് മാർക്കറ്റിംഗ് വർക്ക്, പിന്നെ അതിന്റെ സോഫ്റ്റ് ലോഞ്ചിന്റെ കുറച്ച് ഷൂട്ട്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അവിടെ. അപ്പം അതിന് മിക്കവാറും പോവേണ്ടി വരും. ഞാൻ സത്യം പറഞ്ഞാൽ അടുത്ത മാസം വരാനായിരുന്നു പ്ലാൻ, പക്ഷേ ഇത് ഞാൻ നേരത്തെ കമ്മിറ്റ് ചെയ്തുള്ള ഒരു വർക്കായിരുന്നു, അതുകൊണ്ട് പോയേ പറ്റും. ദാറ്റ്സ് ഇറ്റ്. ഞാൻ എന്തായാലും ഓഫീസിൽ വന്നു, കുറച്ചുകൂടെ വർക്ക് തീർക്കണം, എന്നിട്ട് വീട്ടിൽ പോകാം. ഓക്കെ, ഹേ ഗായ്സ്, നമ്മളങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പം ചുമ്മാ ഒന്ന് പുറത്തോട്ടിറങ്ങിയതാ. പിള്ളേരവിടെ കിടന്നാലൊക്കെയാണ്. പിന്നെ അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മേ ബി വീണ്ടും തിരിച്ചൊന്ന് വീട്ടിൽ പോകേണ്ടി വരും, പത്തനംതിട്ടയിൽ പോകേണ്ടി വരും. അതൊക്കെയാണ് ഇന്നത്തെ ദിസ് ഈസ് മൈ സെൽഫി സ്റ്റിക്ക്. അതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്.
ഗായ്സ്, വി ആർ ഇൻ കബൺസ്ബർഗ്. ഞാൻ ഇന്നും ഒരു ഷൂട്ടിന് വന്നത് ഇവിടെ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പറയാൻ. ആൻഡ് ഞാനിവിടെ വെച്ച് ഇത് നിർത്തുവാണ്. കാരണം എന്താ വെച്ചാൽ ചാർജ് ഇല്ല ഫോണിൽ. ഇവിടെ വന്ന് നോക്കിയപ്പോൾ 12%, ഇപ്പോൾ 7% ഐ തിങ്ക്. ഞാൻ എന്തായാലും തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് മിക്കവാറും കാണാൻ സാധ്യതയുള്ളൂ. ഇവിടെ കുത്തിയിടാൻ പ്രത്യേകിച്ച് വഴികളില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. കണ്ടോ, അവിടെയൊക്കെ ആളും ബഹളമൊക്കെയാണ്. ഹേ ഗായ്സ്, ഞാൻ അങ്ങനെ വീട്ടിൽ വന്ന് ഇപ്പൊ സമയം ഏകദേശം 9:45 രാത്രിയില്. ഫുഡൊക്കെ കഴിച്ചു ആൻഡ് പുറത്തോട്ട് ഇറങ്ങിയതാ. ഇവിടെ ആക്ച്വലി 16 ഡിഗ്രി, നല്ല തണുപ്പുണ്ട്. ഇപ്പൊ നിൽക്കുമ്പോ അറിയത്തില്ല, പക്ഷെ 2-3 മിനിറ്റ് ഒക്കെ അടുപ്പിച്ച് ഒരു കാറ്റടിക്കും. അന്നേരം നല്ല സീനാണ്. നാളെ 13 ഡിഗ്രിയാണ് കാണിക്കുന്നത്. അല്ല, ഇന്ന് 16 അല്ല, ഇന്ന് 14 ഡിഗ്രിയാണ് ഫോർകാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ. അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് ഡേയ്സ് തൊട്ട് ഞാൻ കുറെ കൂടെ ഇൻഫർമേറ്റീവ് വീഡിയോസ് തരാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് January 1st, 2025. പിന്നെ അതിന്റെ കുറെ പരിപാടികളുണ്ട്. ഏകദേശം 1 മന്തിന്റെ ഒരു കോഴ്സാണ്. അപ്പൊ അതിന്റെ 30 കണ്ടന്റ്സ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. പിന്നെ ഞാൻ ഇന്നിപ്പം സാറ്റർഡേ, നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത് സൺഡേ. മൺഡേ ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ തിരിച്ച് അവിടെ പോവും, വീട്ടിൽ പോവും. ഐ മീൻ തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോവും. അവിടെ കുറച്ച് ഷൂട്ടും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിന് പോയാൽ പറ്റും. പിന്നെ തിരിച്ച് വീണ്ടും വരണം. സോ അത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ്, അതുപോലെ പ്രോഗ്രാമിംഗ് റിലേറ്റഡ്, ഡ്രോപ്പ് ഷിപ്പിംഗ് ഇല്ല, ഇ കോമേഴ്സ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഞാൻ കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബിസിനസ് മോഡൽസിനെ പറ്റി ഇൻഫർമേഷൻസ് തന്ന് നിങ്ങൾക്ക് എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെയുള്ള ഒരു ഇൻഫർമേറ്റീവ് വീഡിയോസ് തരാനാണ് ഞാൻ ഇനി പ്ലാൻ ചെയ്തത്. ഞാൻ കുറച്ച് നാളുകൊണ്ടേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ഏതോ ഒരു വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ഷെഡ്യൂൾ ചെയ്ത് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പം ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്ത് നമ്മൾ പോകുന്ന എന്റെ ആ ഒരു റൊട്ടീൻ എനിക്ക് കാണിച്ചാൽ മതി. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് സ്ക്രിപ്റ്റ് റെഡിയാക്കി അങ്ങനെ എടുക്കണം. കുറച്ച് കഷ്ടപ്പാടാണ്. പക്ഷെ അതിനുള്ള സമയം ഇല്ല. ഞാൻ ഇനി സമയം ഇല്ലാത്തത് ഞാൻ എങ്ങനെയും കണ്ടുപിടിച്ചിട്ടാലും ഞാനത് ചെയ്യും എന്നാണ് എന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. ദാറ്റ്സ് ഇറ്റ്. എല്ലാം റെഡിയാക്കി എടുക്കാം. സോ ദാറ്റ്സ് ഫോർ ടുഡേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.